ദൈവത്തിന് സ്തുതിക്കട്ടെ. എൻ്റെ ഉണ്ണീശോ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഉണ്ണീശോൻ്റെ കൂട്ടുകാരൻ പിതാവായ ദൈവം ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പുത്രനായ ഈശോ. നസറത്തിലെ തിരുകുടുംബത്തിൽ ഈശോ വളർന്നു വന്നതുപോലെ എല്ലാ കുഞ്ഞുമക്കളും വളർന്നു വരണമെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം. ഈ ആധുനിക ലോകത്തിൽ വെല്ലുവിളി ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്: ഉണ്ണീശോ എനിക്കാരാ? അതെ, ഉണ്ണീശോ എൻ്റെ കൂട്ടുകാരനാണ്. എന്നോടുകൂടെ ആയിരിക്കുന്നവർ, എന്നോടുകൂടെ കൂട്ടുകൂടുന്നവർ, അവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ഞാൻ സന്തോഷിക്കുമ്പോൾ എന്നോടുകൂടെ സന്തോഷിക്കുന്നവൻ, ഞാൻ സങ്കടപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തെ താങ്ങി നിർത്തുന്ന എൻ്റെ ഈശോ. കുഞ്ഞുങ്ങളെ അടുത്തരാൻ അനുവദിക്കണം, അവരെ തടയേണ്ട, സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമ്മെ മാടി വിളിക്കുന്ന ആ സ്നേഹത്തെ എങ്ങനെ തള്ളിക്കളയാനാകും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ പറയുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. വളർച്ചയുടെ പടവുകൾ ചവിട്ടുന്ന കുട്ടികളായ നമ്മുടെ ലക്ഷ്യം ഈശോ തന്നെയാണ്. ഈശോയെപ്പോലെ വിജ്ഞാനത്തിലും വിശുദ്ധിയിലും നമുക്ക് വളരാം. ദൈവകൽപ്പനകൾ പാലിച്ചും മാതാപിതാക്കളെ അനുസരിച്ചും അവരെ ജോലിയിൽ സഹായിച്ചും അങ്ങനെ വളർന്നു വന്ന ഈശോയെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനാക്കാം. ഒരിക്കലും വിട്ടുപിരിയാത്ത കൂട്ടുകാരനാക്കാം. ദൈവത്തിൽ ആശ്രയിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം. അങ്ങനെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വന്ന ആ കൊച്ചു കൂട്ടുകാരൻ്റെ മാതൃക അനുഗ്രഹം ആവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.